19 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള സസ്യാഹാര പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. കലോറി ആവശ്യകതകൾ, പോഷകസമൃദ്ധമായ ചില സസ്യാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത്, ഈ പ്രായത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവരുടെ അതേ ഭക്ഷണം കഴിക്കാൻ കുഞ്ഞുങ്ങൾ തയ്യാറാണ്, പൂരക ഭക്ഷണത്തോടൊപ്പം 2 വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കണം, ഈ കാലയളവിൽ ദിവസവും 550 കലോറി ഊർജം ആവശ്യമാണ്. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 1 കപ്പ് ഭക്ഷണം കൊടുക്കണം. 1 കപ്പ് ഏകദേശം 250 മില്ലി ആണ്, അല്ലെങ്കിൽ 16 ടേബിൾ സ്പൂൺ ഭക്ഷണം. ഇത് ദിവസത്തിൽ 5 തവണയായി നൽകണം. ഇപ്പോൾ നമ്മുടെ പാചകക്കുറിപ്പുകൾ തുടങ്ങാം. ആദ്യത്തേത് സ്റ്റഫ് ചെയ്ത കാൺവി. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ആവശ്യമായവ: 1 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്, 50 ഗ്രാം തൈര്, 1 ടേബിൾ സ്പൂൺ പൊടിച്ച പനീർ, ആവിയിൽ വേവിച്ച കോളിഫ്ലവർ 1 ടേബിൾ സ്പൂൺ, നിലക്കടലപ്പൊടി 2 ടീസ്പൂൺ. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, മുളകുപൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, ഉപ്പ് 2 നുള്ള്. കാൺവിക്കുള്ള സ്റ്റഫിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. പൊടിച്ച പനീർ, ആവിയിൽ വേവിച്ച കോളിഫ്ലവർ, കടലമാവ് എന്നിവ ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കുക. ഈ മിശ്രിതം ഒരു പാനിൽ 5 മുതൽ 7 മിനിറ്റ് വരെ വഴറ്റുക. ഇതിലേക്ക് ജീരകപ്പൊടി, മുളകുപൊടി, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർക്കുക. ഇത് നന്നായി ഇളക്കി ചെറിയ തീയിൽ 4 മുതൽ 6 മിനിറ്റ് വരെ വേവിക്കുക. നമ്മുടെ സ്റ്റഫിംഗ് തയ്യാറായി. റോളുകൾ ഉണ്ടാക്കാൻ ഒരു പാത്രത്തിൽ തൈരെടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെള്ളവും ചേർക്കുക. 1 നുള്ള് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് വറുത്തുവച്ചിരിക്കുന്ന കടലമാവ് ചേർക്കുക. വീണ്ടും ഇളക്കുക. കട്ടകളില്ലെന്ന് ഉറപ്പാക്കുക. ഇനി ഈ മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ വേവിക്കുക. ഇത് കട്ടിയുള്ള പേസ്റ്റ് ആകുന്നതുവരെ തുടർച്ചയായി ഇളക്കുക. മാവിൽ കട്ടകൾ ഉണ്ടാകാൻ പാടില്ല. അടുത്തതായി ഒരു പ്ലേറ്റിൽ 1/2 ടീസ്പൂൺ നെയ്യ് പുരട്ടുക. പ്ലേറ്റിൽ ഉടനീളം മാവ് നേർത്ത തുല്യമായി ഒഴിക്കുക. നമ്മൾ ഇതിനെ കാൺവി എന്ന് വിളിക്കും. കാൺവി കുറച്ചു സമയം തണുപ്പിക്കാൻ വെക്കുക. ഇനി ഈ കാൺവിയിൽ സ്റ്റഫിംഗ് വെച്ച് ഒരു നേർത്ത പാളിയായി പരത്തുക. അടുത്തതായി കാൺവി തുല്യ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായി മുറിക്കുക. എന്നിട്ട് ഓരോ കഷ്ണങ്ങളും മൃദുവായി ഉരുട്ടുക. സ്റ്റഫ് ചെയ്ത കാൺവി തയ്യാറാണ്. നമ്മുടെ രണ്ടാമത്തെ പാചകക്കുറിപ്പ് കൂവരക് ദോശയും കൂടെ സൂര്യകാന്തി വിത്ത് ചട്നിയുമാണ്. ഇത് നിർമ്മിക്കുന്നതിന് ഞങ്ങൾക്ക് ഇവ ആവശ്യമാണ്: 15 ഗ്രാം കൂവരക്, 15 ഗ്രാം ഉഴുന്ന്, 15 ഗ്രാം വറുത്ത സൂര്യകാന്തി വിത്തുകൾ, അരച്ച തേങ്ങ 1 ടേബിൾ സ്പൂൺ. നമുക്ക് ഇവയും ആവശ്യമാണ്: 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക്, 1/2 നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ നെയ്യ്, ഉപ്പ് 2 നുള്ള്. രീതി: കൂവരക്, ഉഴുന്ന് എന്നിവ കഴുകി 7 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. കുതിർത്ത ശേഷം മിക്സിയിലോ കല്ല് ഗ്രൈൻഡറിലോ അരച്ച് നന്നായി പേസ്റ്റ് ആക്കുക. പുളിപ്പിക്കുന്നതിനായി ഈ മാവ് 8 മുതൽ 9 മണിക്കൂർ വരെ വയ്ക്കുക. മാവ് പുളിച്ചു കഴിഞ്ഞാൽ 1 നുള്ള് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. അടുത്തതായി ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കുക. ചട്ടിയിൽ 1 സ്പൂൺ മാവ് ഒഴിക്കുക.
ഈ മാവ് വൃത്താകൃതിയിൽ പരത്തുക. ഇത് 2 മുതൽ 3 മിനിറ്റ് വരെ ഇരുവശത്തും വേവിക്കുക. കൂവരക് ദോശയും തയ്യാർ. ചട്നി ഉണ്ടാക്കുന്നതിനുള്ള രീതി ഞാനിപ്പോൾ നിങ്ങളോട് പറയും. സൂര്യകാന്തി വിത്തും തേങ്ങയും വറുത്തെടുക്കുക. ഒരു പച്ചമുളക്, തക്കാളി, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർക്കുക. ഇത് മിക്സിയിലോ കല്ല് ഗ്രൈൻഡറിലോ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇതൊരു പാത്രത്തിലെടുക്കുക. അര നാരങ്ങ പിഴിഞ്ഞത് നന്നായി ഇളക്കുക. സൂര്യകാന്തി വിത്ത് ചട്നി തയ്യാറാണ്. ഇത് ദോശയുടെ കൂടെ വിളമ്പുക. നമ്മുടെ മൂന്നാമത്തെ പാചകക്കുറിപ്പ് എള്ളു ചേർത്ത മുരിങ്ങയില കട്ട്ലറ്റും തൈര് കറിയുമാണ്. ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 1 ടേബിൾ സ്പൂൺ എള്ളുപൊടി, 1 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്, കഴുകിയെടുത്ത 20 ഗ്രാം മുരിങ്ങയില, 100 ഗ്രാം തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 7 മുതൽ 8 വരെ കറിവേപ്പില, 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. രീതി: ഒരു പാത്രം ചൂടാക്കി എള്ള് സ്വർണ്ണ നിറമാകുന്നത് വരെ ഉണക്കി വറുത്തെടുക്കുക. അത് തണുക്കാൻ വയ്ക്കുക. പിന്നീട് ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ച് നന്നായി പൊടിച്ചെടുക്കുക. അടുത്തതായി ഒരു പാത്രം ചൂടാക്കി മുരിങ്ങയില ചേർക്കുക. 5 മിനിറ്റ് വഴറ്റുക. ഇതൊരു പ്ലേറ്റിലെടുക്കുക. വറുത്ത ഇലകളിലേക്ക് എള്ളുപൊടി ചേർക്കുക. വറുത്ത കടലമാവ് ചേർക്കുക. മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും നന്നായി യോജിപ്പിക്കുക. വൃത്തിയുള്ള കൈകൾ കൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് മാവ് പരുവത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം മാവ് 2 ബോളുകളായി തിരിച്ച് കട്ട്ലറ്റുകളായി പരത്തുക. അടുത്തതായി ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കുക. ഇനി ഈ പാത്രത്തിൽ കട്ട്ലറ്റ് ഇരുവശവും വേവുന്നത് വരെ വറുത്തെടുക്കുക. പിന്നീട് ഉപയോഗിക്കാൻ അവ മാറ്റിവെക്കുക. ഇനി കറി ഉണ്ടാക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ 1/2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കുക. ഇതിലേക്ക് ജീരകം, കടുക്, കറിവേപ്പില എന്നിവ ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കടഞ്ഞ തൈരും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇത് 5 മിനിറ്റ് വേവിക്കുക. ഗ്രേവി വെന്തു കഴിഞ്ഞാൽ എള്ള് കട്ട്ലറ്റ് ചേർക്കുക. ചെറിയ തീയിൽ 3 മുതൽ 5 മിനിറ്റ് വരെ വേവിക്കുക. തൈര് കറിയിൽ എള്ളു ചേർത്ത മുരിങ്ങയില കട്ട്ലറ്റ് തയ്യാർ. അടുത്ത പാചകക്കുറിപ്പ് തിന കൊണ്ടുള്ള പുലാവാണ്. ആവശ്യമായ ചേരുവകൾ നോക്കാം. 1 ടേബിൾ സ്പൂൺ കുതിർത്ത തിന, 1 ടേബിൾ സ്പൂൺ മുളപ്പിച്ച വെള്ളപ്പയർ, 50 ഗ്രാം തൈര്, 2 ടീസ്പൂൺ നിലക്കടലപ്പൊടി, ചിരകിയ ക്യാരറ്റ് 4 ടീസ്പൂൺ, ഒരു ചെറിയ അരിഞ്ഞ ഉള്ളി. ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയാണ്: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളകുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ആവശ്യമായ മറ്റു ചേരുവകൾ ഇവയാണ്: 7 മുതൽ 8 വരെ കറിവേപ്പില, 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. ആരംഭിക്കുന്നതിന് മുമ്പ് മുളപ്പിക്കുന്നതിനുള്ള രീതി ഞാൻ നിങ്ങളോട് പറയും. വെള്ളപ്പയർ കഴുകി 8 മുതൽ 9 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. പിന്നീട് ഇതൊരു അരിപ്പയിലിട്ട് നന്നായി വെള്ളത്തിൽ കഴുകുക. വെള്ളം മുഴുവൻ പുറത്തേക്ക് കളയുക. എന്നിട്ട് വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ കെട്ടുക. ഇത് മുളയ്ക്കുന്നത് വരെ മാറ്റിവെക്കുക. നമ്മളിപ്പോൾ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ തുടങ്ങും. ഒരു പ്രഷർ കുക്കറിൽ നെയ്യ് ചൂടാക്കുക. ഉള്ളിയും കറിവേപ്പിലയും ചേർക്കുക. ചെറിയ തീയിൽ 4 മുതൽ 5 മിനിറ്റ് വരെ വഴറ്റുക. അടുത്തതായി മുളപ്പിച്ച വെള്ളപ്പയർ, തിന, ക്യാരറ്റ്, തൈര് എന്നിവ ചേർക്കുക. ഇനി ഇതിലേക്ക് എല്ലാ മസാലകളും ഉപ്പും ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും ഇളക്കുക.
ഇത് പ്രഷർ കുക്കറിൽ 4 മുതൽ 5 വിസിൽ വരെ വേവിക്കുക. നമ്മുടെ തിന പുലാവ് തയ്യാർ. ഈ പാചകങ്ങളെല്ലാം പ്രോട്ടീൻ, ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്നിവ കൊണ്ട് സമ്പന്നമാണ്. ഈ പാചകക്കുറിപ്പുകൾ വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഫോസ്ഫറസ്, പൊട്ടാഷ്യം കൂടാതെ സിങ്ക് എന്നിവയുടെ ഉറവിടമാണ്. അവ കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, പിന്നെ സൾഫർ എന്നിവയുടെയുമെല്ലാം സമൃദ്ധമായ ഉറവിടം കൂടെയാണ്. നല്ല ആരോഗ്യത്തിനായി നിങ്ങളുടെ കുഞ്ഞിന്റെ ദൈനംദിന ഭക്ഷണത്തിൽ ഈ പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.